നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം പൂർത്തിയാക്കിയത്. എന്തായാലും ബജറ്റിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു മിന്നുന്ന പ്രഖ്യാപനവും BJP ഉൾപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അർഹരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കാണ് ഇതിൽ കൂടുതലും പദ്ധതികൾ നീക്കിവെച്ചിട്ടുള്ളത്. എന്തായാലും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും സജീവമായി തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു വിവാദം കൂടി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, കേന്ദ്ര സർക്കാർ സാമ്പത്തിക അനീതി തുടരുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരു പ്രത്യേക രാജ്യം ആവശ്യപ്പെടേണ്ടി വരും എന്നുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് ഇതിനിടയിൽ തലപൊക്കിയത്. ഇത് വന്നിരിക്കുന്നത് മറ്റെങ്ങു നിന്നുമല്ല, ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് DK ശിവകുമാറിന്റെ സഹോദരൻ തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ MP തന്നെയാണ് DK ശിവകുമാറിന്റെ സഹോദരനായ DK സുരേഷ് എന്ന് പറയുന്നത്. കേന്ദ്ര ബജറ്റിൽ കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം തഴഞ്ഞു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചേർന്ന് മറ്റൊരു രാജ്യം രൂപീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും വിഭജിക്കപ്പെടും എന്ന തരത്തിലൊക്കെ ഇതിന് പിന്നീട് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവാദ പ്രസ്താവനയെ തുടർന്ന് വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. പ്രത്യേകിച്ചും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി തെക്ക് വടക്കും അതിനുശേഷം ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറും ഒക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ നടപ്പ് കൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് അവിടെയുള്ള നേതാക്കൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപക്വമായ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്തായാലും കോൺഗ്രസ് MP DK സുരേഷിന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഖാർഗെ പറഞ്ഞത് ഏത് പാർട്ടിയിൽ നിന്നായാലും രാജ്യത്തെ വിഭജിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഒരിക്കലും അനുവദിക്കാനാവില്ല എന്നായിരുന്നു. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി കോൺഗ്രസ് തലയൂരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും BJP ഇതൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. പഴയ വലിയ പാർട്ടിക്ക് വിഭജിച്ച് ഭരിച്ചുള്ള ശീലമാണ് ഉള്ളതെന്ന് MP തേജസ്വി സൂര്യ പറയുകയും ചെയ്തു. ജോഡോ യാത്രയിലൂടെ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വിഭജനത്തിനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നു. വിഭജിച്ച് ഭരിക്കുക എന്ന കോൺഗ്രസിന്റെ ആശയം കൊളോണിയലിസ്റ്റുകളെക്കാൾ വളരെ മോശമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. അങ്ങനെ തല്ലാനുള്ള വടി വീണ്ടും കോൺഗ്രസ് BJPയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഏറ്റവും ഗുരുതരമായത്, രാജ്യത്തെ വിഭജിക്കണം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചേർന്ന് മറ്റൊരു രാജ്യം ആവശ്യപ്പെടണം എന്നൊക്കെയുള്ള പ്രസ്താവന നടത്തുന്നതിന് പിന്നിൽ അത്ര നിഷ്കളങ്കമായ ഒരു വൈകാരിക വിക്ഷോഭം മാത്രമായിരിക്കില്ല എന്നത് ഏതൊരു അടിസ്ഥാന രാഷ്ട്രീയ ബോധമുള്ള ആൾക്കും മനസ്സിലാവും. അങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ള ഒരു പ്രയോഗത്തോട് ചേർത്ത് വെക്കാൻ ഇതിലും നല്ല ഒരു ഉദാഹരണം ഇനി ചൂണ്ടിക്കാണിക്കാനും സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.